ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. 24 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയുടെ ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസായി എത്തുന്നു. 4K റീമാസ്റ്റർ ചെയ്ത് ആ ചിത്രത്തിൻ്റെ പേര് വല്യേട്ടൻ എന്നുള്ളതാണ്. ആദ്യ ദിനം റെക്കോർഡ് തരംഗമായിട്ട് തന്നെയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ആദ്യ അഭിപ്രായങ്ങളിൽ ആദ്യം കണ്ട 24 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സിനിമയെക്കാളും ക്വാളിറ്റിയോടെ, ദൃശ്യമികവോടെ, അതേപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയോടെ സിനിമ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാ പ്രേക്ഷകരുടെയും അഭിപ്രായം. അതുപോലെ തന്നെ 4Kയിൽ എത്തിയതിൽ ഏറ്റവും മികച്ച രീതിയിൽ എത്തിയിരിക്കുന്ന ചിത്രം എന്നുകൂടി ഈ സിനിമയ്ക്ക് ഒരു അഭിപ്രായം ലഭിക്കുകയുണ്ടായി. ആദ്യ ദിനം സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ലഭിച്ചിരിക്കുന്നത് ഏകദേശം 28-30 ലക്ഷം രൂപയോളമാണ്. ഇന്ത്യ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് 32 ലക്ഷത്തോളം രൂപയാണ്. ഇനി ട്രാക്ഡ് കളക്ഷൻസിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. 29-ാം തീയതി ആദ്യ ദിനത്തെ ട്രാക്ഡ് കളക്ഷനായി പറയുന്നത് 380ഓളം ഷോകളിൽ നിന്ന് 15% ഒക്യുപ്പൻസിയിൽ 21 ലക്ഷം രൂപയോളം ആണ് എന്നുള്ളതാണ്. ഇന്ന് രണ്ടാം ദിവസത്തെ കളക്ഷനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 362 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 6% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയിരിക്കുന്നത് 8.5 ലക്ഷം രൂപയാണ് എന്നുള്ളത്. അതായത് രണ്ടാമത്തെ ദിവസം സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 12 ലക്ഷം രൂപയോളം കളക്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഓർക്കുക, ഇതൊരു റിലീസ് ചിത്രമാണ്. ആദ്യ ദിവസം 27-28 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നേടിയ ചിത്രം രണ്ടാം ദിവസം 14 ലക്ഷം രൂപ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മോശമല്ലാത്ത ഒരു കളക്ഷൻ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. 2 ദിവസം കൊണ്ട് സിനിമ കേരളം അല്ലെങ്കിൽ ഇന്ത്യ വേൾഡ് വൈഡ് ആയിട്ട് വരുമ്പോൾ 45-50 ലക്ഷം രൂപയ്ക്ക് ഇടയിലാണ് എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു വാർത്ത തന്നെ നമുക്ക് എടുത്ത് പറയാനുമുണ്ട്. സിനിമയുടെ ഇപ്പോൾ 7 ദിവസത്തെയോളം ട്രാക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നു. അങ്ങനെ ട്രാക്ഡ് കളക്ഷൻസ് മാത്രമായിട്ട് നോക്കുമ്പോൾ സിനിമ 40 ലക്ഷം രൂപയോളമാണ് 7 ദിവസമായിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് സിനിമ ഇപ്പോൾ തന്നെ ഉറപ്പിക്കാം 1 കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ എത്തുമെന്നുള്ളത്. ഇനി ട്രാക്ഡ് കളക്ഷൻസിൻ്റെ ആ ലിസ്റ്റിലേക്ക് എത്താം. മൂന്നാം ദിവസം 289 ഷോകൾ ഇതുവരെ പ്രീസെയിലായിട്ട് നടക്കുമ്പോൾ 4.6 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് നേടിയതായിട്ടാണ് ട്രാക്കീസ് പറയുന്നത്. നാലാം ദിവസം 78 ഷോകളിൽ നിന്നായിട്ട് 1.1 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് പ്രീസെയിലൂടെ ലഭിച്ചിരിക്കുന്നത്. 5-ാം ദിവസം ഡിസംബർ 3-ാം തീയതി 97,000 രൂപയോളം സിനിമ എത്തിയിരിക്കുന്നു. അതായത് 1 ലക്ഷത്തിലേക്ക് സിനിമ അടുക്കുന്നു. അതേപോലെ തന്നെ 6-ാം ദിവസവും 98 ലക്ഷത്തോളമാണ് ബുക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. ഇനിയും അടുത്ത 7-ാം ദിവസത്തെ സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് 1000-ന് മുകളിലുള്ള എമൗണ്ടുകൾ മാത്രമാണ് 14 ഷോകളിൽ നിന്ന് മാത്രമായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഏറെക്കുറെ സിനിമയ്ക്ക് 39 ലക്ഷം രൂപയോളമാണ് ഇതുവരെ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്ന ഒരാഴ്ചത്തെ കളക്ഷൻ. ഇതിനോടകം തന്നെ 40-45 ലക്ഷം രൂപ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് എത്തിയിട്ടുണ്ട്. ഇനിയും വരുന്ന ദിവസങ്ങളിലെ കളക്ഷനോട് കൂടി സിനിമ 1 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. അത് എത്തിപ്പെടുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന്. അതായത് ടോട്ടൽ കളക്ഷൻ എങ്ങനെയാണെങ്കിലും ഈ ഒരു നിമിഷം വരെ ഈ ആഴ്ചത്തെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 60 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാത്തിരിക്കാം. ആരാധകർ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്, അതുപോലെ തന്നെയായിരിക്കും ഇതിൻ്റെ കളക്ഷൻ ഉയരുന്നത്. പ്രത്യേകിച്ച് ഞായറാഴ്ച വലിയ പ്രതീക്ഷയുള്ള ദിവസം കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. ആദ്യ 2 ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ നേടുമോ എന്നുള്ള ഒരു ചോദ്യം, അതിനുത്തരം നിങ്ങൾ കമൻസിലൂടെ തന്നെ പറയാം. ആരൊക്കെയാണ് നാളെ സിനിമയ്ക്ക് പോകുന്നത് തീർച്ചയായും കമൻസിലൂടെ രേഖപ്പെടുത്തണം. എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ള ഒരു കാര്യവും. 24 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ ഒരു നിങ്ങളുടെ ആ ഒരു മെമ്മറീസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.